വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതിന്റെ സന്തോഷത്തിലാണ് കണ്ണൂർ സിറ്റി ഉരുവച്ചാലിലെ രത്നവല്ലി. കണ്ണൂർ പുഷ്പോത്സവം സംഘാടകരാണ് ഈ കുടുംബത്തിന്റെ കണ്ണീരൊപ്പാൻ ഒത്തുചേർന്നത്. ഷീറ്റുകെട്ടിയ ഒറ്റമുറിയിലെ ഇവരുടെ ദുരിത ജീവിതം കണ്ടാണ് കണ്ണൂർ ഹോർട്ടികൾച്ചറൽ സൊസൈറ്റി വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചത്. കണ്ണൂരിന്റെ വസന്തോത്സവം നാടിന് കാർഷിക സംസ്കൃതിയുടെ നല്ല പാഠം മാത്രമല്ല നൽകിയത്, കാരുണ്യത്തിന്റെ കരം കൂടിയാണ്. കണ്ണൂർ ജില്ലാ അഗ്രി ഹോർട്ടികൾച്ചർ സൊസൈറ്റി ഒരുക്കിയ പുഷ്പോത്സവത്തിന്റെ വരുമാനത്തിൽ നിന്നുള്ള വിഹിതം ഉപയോഗിച്ച് ഒരു കുടുംബത്തിന് വീടൊരുക്കുകയാണ് സൊസൈറ്റി. കനത്ത മഴയത്തും വീട് നിർമ്മാണം തകൃതി. ഓരോ വർഷവും നാടൊന്നാകെ ഏറ്റെടുക്കുന്നതാണ് കണ്ണൂർ പുഷ്പോത്സവം. അതിൽ നിന്നുള്ള വരുമാനം കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നീക്കിവെക്കുമെന്ന് അഗ്രി ഹോർട്ടികൾച്ചറൽ സൊസൈറ്റി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. കണ്ണൂർ സിറ്റി ഉരുവച്ചാലിലെ ദേവരാജനും VK രത്നവല്ലിക്കുമാണ് സൊസൈറ്റി വീട് നിർമ്മിച്ചു നൽകുന്നത്. ഷീറ്റ് കൊണ്ട് മറച്ച ഒറ്റമുറിയിലാണ് താനും ഭർത്താവും മക്കളും കഴിഞ്ഞിരുന്നതെന്നും ഇത് കണ്ടാണ് പുഷ്പോത്സവത്തിന്റെ സംഘാടകർ വീട് നിർമ്മിച്ചു നൽകാമെന്ന് അറിയിച്ചതെന്നും രത്നവല്ലി പറഞ്ഞു. ഇല്ല, ചെറിയൊരു ഷെഡ് പോലത്തെ ഒരു വീടാണ്. അതിലാണ് നമ്മൾ ഈ വർഷമെല്ലാം കഴിഞ്ഞത്. പിന്നെ മോളുണ്ടായി, ആ വീട്ടിൽ നിന്ന് തന്നെ മോളെ കല്യാണം കഴിഞ്ഞ് ഇവരൊരു സഹായം ചെയ്തു തരാമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വലിയൊരു ഉപകാരമായി. സന്തോഷം തന്നെ നമുക്ക് വലിയ. അഗ്രി ഹോർട്ടികൾച്ചർ സൊസൈറ്റിയുടെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായാണ് ഈ വീട് നിർമ്മാണമെന്ന് മീഡിയ കമ്മിറ്റി കൺവീനറും നിർമ്മാണ കമ്മിറ്റി വൈസ് ചെയർമാനുമായ TP വിജയൻ. സൊസൈറ്റി സംഘടിപ്പിക്കുന്ന പുഷ്പോത്സവത്തിൻ്റെ വരുമാനത്തിൽ ഒരു ഭാഗം എല്ലാ വർഷവും ജീവകാരുണ്യ പ്രവർത്തനത്തിനും മറ്റുമാണ് ഉപയോഗിക്കുന്നത്. ആ രീതിയിൽ ഇത്തവണ ഒരു കുടുംബത്തിന് വീട് നിർമ്മിച്ചു കൊടുക്കാമെന്ന് സൊസൈറ്റി തീരുമാനിക്കുകയും അതനുസരിച്ച് ഒരാളെ കണ്ടെത്തുകയും അതിന് നിർമ്മാണ പ്രവർത്തനം നടക്കുകയുമാണ്. ഓണത്തിന് മുമ്പായിട്ട് ഈ കുടുംബത്തെ സുരക്ഷിതമായ ഒരു വീട്ടിൽ താമസിപ്പിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സിറ്റി പ്രദേശത്തെ രാഷ്ട്രീയ പാർട്ടികളെയും സംഘടനകളെയും ഉൾപ്പെടുത്തി വിപുലമായ സഹായ കമ്മിറ്റിയും രൂപീകരിച്ചിരുന്നു. വീടിനടുത്തേക്ക് വലിയ വാഹനങ്ങൾ കയറ്റാൻ പറ്റാത്തതിനാൽ ഇഷ്ടികയും സിമന്റും കമ്പിയും അടക്കം നിർമ്മാണ സാമഗ്രികൾ തലച്ചുവടായി നാട്ടുകാരാണ് എത്തിച്ചത്. സിറ്റി പ്രദേശത്തെ പൊതുപ്രവർത്തകരെല്ലാം ഈ ഉദ്യമത്തിന്റെ ഭാഗമായെന്ന് CPM സിറ്റി ലോക്കൽ സെക്രട്ടറി K ഷഹറാസ്. സാധനങ്ങൾ എത്തിക്കാൻ പ്രയാസമാണ്. ഈ അഗ്രി ഹോർട്ടികൾച്ചർ സൊസൈറ്റി ഈ വീട് എടുക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു സംഘാടക സമിതി രൂപീകരണ യോഗം നടത്തിയിരുന്നു. ആ യോഗത്തിനകത്ത് ഈ സാധനങ്ങളെല്ലാം വീട് നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇവിടെ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തപ്പോൾ ഈ പൊതുപ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് അണ്ടത്തോട്, ഉരുവച്ചാൽ. ഈ 2 ഭാഗത്തുള്ള പാർട്ടി പ്രവർത്തകർ, CPMൻ്റെ പ്രവർത്തകർ, അവർ ആ സംഘാടക സമിതി യോഗത്തിൽ ഈ സൊസൈറ്റിയോട് പറഞ്ഞിരുന്നു, അതിന് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മുടെ ശാരീരിക അധ്വാനം കൊണ്ട് മുഴുവൻ സാധനങ്ങളും ഇവിടെ എത്തിക്കാൻ വേണ്ടി തയ്യാറാണ് എന്ന് പറയുകയും മാത്രമല്ല, ഇതുവരെ ഈ വീട് എത്തി നിൽക്കുന്ന ഇത്രയും ഘട്ടത്തിലുള്ള മുഴുവൻ സാധനങ്ങളും ഇവിടെ എത്തിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ പൊതുപ്രവർത്തകർ ആണ് തയ്യാറായി മുന്നോട്ട് വന്നിട്ടുള്ളത് എന്നുള്ളത് പ്രത്യേകം അഭിനന്ദിക്കേണ്ടതാണ്. 2 ബെഡ്റൂമോട് കൂടിയ വീടാണ് ഒരുക്കുന്നത്. നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ ഈ കാഴ്ച തന്നെ രത്നവല്ലിയുടെ മനം കുളിർപ്പിക്കുകയാണ്. വീട് തനിക്കൊരു സ്വപ്നം മാത്രമായിരുന്നുവെന്നും രത്നവല്ലി പറഞ്ഞു. അത് നിർമ്മിച്ചു നൽകാൻ മുന്നോട്ട് വന്ന പുഷ്പോത്സവത്തിന്റെ സംഘാടകരെ ദൈവത്തിന്റെ സ്ഥാനത്താണ് രത്നവല്ലി പ്രതീക്ഷിച്ചിട്ടുള്ളത്. അസുഖബാധിതയായതിനാൽ രത്നവല്ലിക്ക് ജോലിക്കൊന്നും പോകാനും പറ്റുന്നില്ല. കൂലിപ്പണിയെടുത്താണ് ഭർത്താവ് കുടുംബം പോറ്റുന്നത്. കളക്ടറാണ് ഹോർട്ടികൾച്ചർ സൊസൈറ്റിയുടെ പ്രസിഡന്റ്. PV രത്നാകരൻ സെക്രട്ടറിയും PV രത്നാകരൻ ചെയർമാനും PPK പ്രകാശൻ കൺവീനറുമായുള്ള കമ്മിറ്റിയാണ് വീട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. പുഷ്പോത്സവത്തിൽ നിന്നുള്ള വരുമാനത്തിന് പുറമെ നാടിന്റെ ആകെ സഹായം ഈ വീട് നിർമ്മാണത്തിന് സൊസൈറ്റിക്ക് ലഭിക്കുകയും ചെയ്തു. K ഷഹറാസ്, Dr. KC വത്സല, TP വിജയൻ എന്നിവർ നിർമ്മാണ കമ്മിറ്റി വൈസ് ചെയർമാൻമാരും, അബ്ദുൾ ജലീൽ, പ്രമോദ് കരുവാത്ത്, പ്രവീൺ കുമാർ എന്നിവർ ജോയിന്റ് കൺവീനർമാരും, KM ബാലചന്ദ്രൻ ട്രഷററുമാണ്. ഓണമാകുമ്പോഴേക്കും വീട് പൂർത്തിയാക്കി കുടുംബത്തിന് കൈമാറുകയാണ് ലക്ഷ്യമെന്ന് ചെയർമാൻ PV രത്നാകരൻ പറഞ്ഞു. സംസ്ഥാന സർക്കാർ എല്ലാവർക്കും പാർപ്പിടം എന്ന പ്രഖ്യാപനവുമായി ലൈഫ് ഭവന പദ്ധതി അടക്കം നടപ്പാക്കി വരുന്നുണ്ട്. അതിന് ഒപ്പം ചേരാൻ കഴിഞ്ഞതിന്റെ ആഹ്ലാദത്തിലാണ് കണ്ണൂർ പുഷ്പോത്സവത്തിന്റെ സംഘാടകരും. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.